ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മുടെ എക്കോ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുംഭകോണം ഡിഗ്രി കോഫിയിലാണ് കയറിയത്. അവിടെ ചെന്ന് നമ്മൾ മെല്ലെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ചെറിയൊരു മഴയൊക്കെ പെയ്തത്. അങ്ങനെ നമ്മൾ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് വിചാരിച്ചു, കുറേ നാളായാലും നമ്മൾ എന്തെങ്കിലും റെസിപ്പി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്താലോ എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് വന്ന ഒരു ഐഡിയ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയും അതുപോലെ തന്നെ ഇറാനി ചായയും. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് വേണ്ടതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഷോപ്പിൽ കയറി. ഇവിടുന്ന് നമ്മൾ ആദ്യം ബട്ടർ എടുത്തു. അതിനുശേഷം നമ്മൾ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൺ മസ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബണ്ണാണ് നമ്മൾ നോക്കിയത്. ബണ്ണ് നമുക്ക് നല്ല സോഫ്റ്റ് വേണമെന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കടയിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട ബണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമ്മളിവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുകയാണ്. ഗൈസ്, നമ്മളിവിടെ ക്രീം ബൺ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്രീം ബൺ ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ എഡ്വിൻ ജോസ് പറഞ്ഞ സൂപ്പർ ക്രീം ബണ്ണാന്നൊക്കെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് കേട്ടോ ക്രീം ബൺ. ഓക്കെ ഓക്കെ നോർമൽ ക്രീം ബണ്ണിന് കടയിൽ കിട്ടുന്ന ക്രീം ബണ്ണിന് വ്യത്യാസമാണോ? അതല്ല, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന ക്രീം ബണ്ണിന് ഈ ക്രീം ബണ്ണിന് വ്യത്യാസം. ബണ്ണ് സോഫ്റ്റ് ആണ്. അംബ്രോസി കിട്ടുന്ന ദിവസം തിന്ന പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ക്രീം ബണ്ണും. ഗൈസ്, നമ്മൾ ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബൺ മസ്കേൻ്റെ കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഇതാണ് നെക്സ്റ്റ് ഐറ്റേ. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൺ മസ്കയാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബട്ടർ വേണേ. പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വേണം. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് നമുക്ക് വേണ്ടേ. ബണ്ണ്. അപ്പം യെസ്, ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ അടുത്ത് ഇപ്പോൾ വിസ്ക് ഇല്ലാത്ത കാരണം നമ്മൾ സ്പൂൺ വെച്ചിട്ട് വേണം വിസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബട്ടർ നമ്മൾ ഇളക്കിയിട്ട് നല്ല സോഫ്റ്റ് ആക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇളക്കണം, കാരണം നമ്മുടെ അടുത്ത് വിസ്ക് ഇല്ലാത്തത് കാരണം. നമ്മുടെ ബട്ടറൊക്കെ നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. വാനില എസൻസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു. കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ച് കൊടുക്കണ്ടേ. അപ്പം അതും കൂടെ ഒഴിക്കാം. ഇതെടുക്കണേ, വീഴുന്നത്. ഹായ് ഗൈസ്, നമ്മളിവിടെ ഈ വിസ്ക് ഇല്ലാത്ത കാരണം നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഇങ്ങനെ ഇളക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ സ്പൈസസ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് നിരിച്ചിട്ട് ഇടാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ഏലക്ക, പിന്നീട് നമ്മുടെ കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ 2 സ്പൂണ് തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾ കുക്കറിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അധികം നേരം നമ്മളിത് തിളപ്പിക്കണേ. നമുക്ക് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ് ബണ്ണ് വേണം ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച്. നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു ക്രീം എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. പുറത്തും കുറച്ച് വയ്ക്കണം കേട്ടോ, അടച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ചിങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ബൺ മസ്ക് കംപ്ലീറ്റ് ആവുന്നത്. എന്നിട്ട് തിരിച്ചും കൂടെ കാണിച്ചോ. നമ്മുടെ ഫസ്റ്റ് ബണ്ണ് സെറ്റായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ചായയാണ് ബാക്കി റെഡിയാക്കാനുള്ളത്. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ചായ ഈസ് റെഡി ഹിയർ. ഇതാണ് താഴെ. നമ്മുടെ ചായ ബണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട്. So guys, we got Let's have it, please. ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി. ഇതിനകത്ത് മുക്കിയിട്ട് വേണം കഴിക്കാൻ. super taste. Super taste ആണോ? എന്നു പറയടാ. നല്ല ക്രീം. നമുക്ക് തിന്നാൻ ക്രീമുള്ള നല്ല ക്രീമാ. പോക്കി മതി. മസ്ക സൂപ്പർ മസ്ക.